വെൽക്കം ടു Salnas Creative Glaze. എൻ്റെ പേര് സൽന. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 സ്പൂൺ ഫെവിക്കോൾ 1 സ്പൂൺ വെള്ളം കൂടിയിട്ട് ഒരു പാത്രത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ കഴുകി വൃത്തിയാക്കിയ ഗ്ലാസ് ബോട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ കിച്ചൺ ടിഷ്യൂ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് ടിഷ്യൂ എല്ലാം എടുക്കുക, വേണമെങ്കിൽ 2 ലെയർ വേറെ വേണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കുക. ഞാനിപ്പോൾ കിച്ചൺ ടിഷ്യൂ അങ്ങനെ തന്നെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെയോ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെയോ നമ്മൾ ഈ ഒരു ഫെവിക്കോളും വെള്ളം കൂടിയിട്ട് നമ്മൾ ഈ ഒരു മിക്സ് തേച്ച് കൊടുക്കണം. ഈ കുപ്പി മുഴുവനായിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഈ ഒരു കുപ്പിയിലൊരു ചുളിഞ്ഞൊരു പ്രതലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. പിന്നെ നമുക്കിത് ചെയ്യാൻ കുപ്പി തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നമുക്ക് പ്ലൈവുഡ് ഷീറ്റെല്ലാം ഉണ്ടെങ്കിൽ അതിലെല്ലാം ചെയ്യാം. അതിൽ നമുക്കിങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പെയിൻ്റ് അടിച്ചിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതിനൊരു കറുപ്പ് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അക്രിലിക് പെയിൻ്റാണ് അടിക്കുന്നത്. വേണമെങ്കിൽ നാമൽ പെയിൻ്റെല്ലാം അടിക്കാമല്ലോ, പിന്നെ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ അക്രിലിക് പെയിൻ്റ് ഇതിൽ മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പെയിൻ്റ് അടിക്കാനെല്ലാം എല്ലാവർക്കും അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ കാണിച്ചിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിലൊരു ഡിസൈൻ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ഫ്ലവറും ലീഫും എല്ലാം ഒരു ഇതിൽ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഫോയിലാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത് കളറ് പോയ പഴയ ഫോയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ സൈഡിലുള്ള നല്ല ഭാഗമാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ കളറ് മങ്ങിയ ഭാഗം നമ്മൾ എടുക്കുന്നില്ല, പിന്നെ പഴയത് വെറുതെ കളയണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് ചെറിയ കഷ്ണം എടുത്ത് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ ഒന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. പിന്നെ അത് ഡിസൈൻ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വരച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇലയും പൂവിൻ്റെ ഇതളും എല്ലാം അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫോയിലിൻ്റെ അടിയിൽ പശയാക്കിയിട്ട് നമ്മൾ ഇത് ഇമേൽ ഒട്ടിച്ച് കൊടുക്കുകയുണ്ട്. നമ്മൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ പതുക്കെ ഇതിങ്ങനെ ഇമേൽ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫോയിലിൻ്റെ മേലെ ഈ ഒരു ചുളിവ് വരണം. അതാണ് ഈ ഒരു വർക്കിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനായപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിന്. നിങ്ങൾക്ക് പ്ലൈവുഡ് ഷീറ്റുമെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പെയിൻ്റ് അടിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ടിഷ്യൂ പേപ്പറിന് ഒട്ടിക്കണ്ട. ഈ ഒരു ഫോയിലിൻ്റെ ഒരു അതിൻ്റെ ഇതെല്ലാം വരുമ്പോൾ നല്ല രസമുണ്ടാവും കാണാൻ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കീഴിലേക്ക് ഗ്ലാസ് പെയിൻ്റാണ് നമ്മളാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റ് നമ്മളെപ്പോഴും മേലെ നിന്ന് താഴെ വേണം അടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു ബ്ലൂ കളർ ഒരു പെറ്റലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെറ്റലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം തന്നെ ഞങ്ങൾ പെയിൻ്റ് ആക്കി കൊടുക്കുക. പിന്നെ ഈ ഫോയിലിൻ്റെ മേലെ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുന്നത് അങ്ങനെ അധികാരം ചെയ്യുന്നത് ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ നമ്മളിത് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പിന്ന മുട്ട സൂചി എന്തെങ്കിലും ഒരു സൂചി പോലത്തെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ഇതിൽ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് പൊട്ടിക്കണം. പിന്നെ നമ്മൾ ഗ്ലാസ് പെയിൻ്റ് ആക്കുമ്പോൾ ബോട്ടിൽ നല്ലോണം കുലുക്കിയിട്ട് വേണം നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഓരോ ബബിൾസിനെ നമ്മൾ പൊട്ടിച്ച് കൊടുക്കണം. പിന്നെ പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു കാണാനൊരു രസം ഉണ്ടാവില്ല. പിന്നെ ഇത് നന്നായിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് നമ്മൾ എവിടെ ചെയ്താലും ഗ്ലാസ്സുമ്മ ചെയ്താലും കുപ്പി ചെയ്താലും എവിടെ ചെയ്താലും നമ്മളിത് ഉണങ്ങുന്നവരെ ഇങ്ങനെ തന്നെ വെക്കണം. ഇങ്ങനെ കുത്തനെ നമ്മൾ പിടിച്ച് നോക്കാനൊന്നും പാടില്ല. നമ്മളിപ്പോൾ ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്താലും നമ്മളിങ്ങനെ കുത്തനെ പിടിച്ച് നോക്കുമല്ലോ. ഗ്ലാസ് പെയിൻറ്റ് നമ്മൾ എവിടെ ചെയ്താലും അങ്ങനെയൊന്നും ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പെയിൻറ്റെല്ലാം ഒലിച്ചു പോകും. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി. ഗ്ലാസ് പെയിൻറ്റെല്ലാം ശരിക്കും ഈസി സംഭവം തന്നെയാണ്. പിന്നെ ഇതൊന്ന് ഉണങ്ങുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതൊന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഞാൻ അതൊക്കെ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തൊക്കെ ഒരു പൂമ്പാറ്റനെയും ഫ്ലവറും ലീഫും എല്ലാം അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സങ്കടമായി കേട്ടോ, കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഒരു രസമില്ലാണ്ടായി പോയിട്ട്. പിന്നെ ഞാനിപ്പോൾ അതിൻ്റെ ഇലക്ക് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ബ്ലൂ കളറും യെല്ലോ കളറും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലെമൺ യെല്ലോ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഈ ഒരു ലീഫിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് പിങ്ക് കളർ ബോട്ടിൽ പെയിൻറ്റ് തീർന്ന ബോട്ടിൽ ഞാനിപ്പോൾ സ്കെച്ചിൻ്റെ ഇങ്കും അതുപോലെ തന്നെ ഗ്ലൂവും വെള്ളമെല്ലാം ചേർത്തിട്ടൊരു ഹോം മെയ്ഡ് പെയിൻറ്റ് നമ്മൾ ഉണ്ടാക്കി നോക്കിന് ഈ ഒരു ഇതളിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യുമ്പോൾ തീരെ പിടിക്കുന്നില്ലേനു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനത്തെ എല്ലാം പെയിൻറ്റെല്ലാം ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ ഈ വർക്ക് ആരെങ്കിലും ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പീടിയിൽ നിന്ന് ഗ്ലാസ് പെയിൻറ്റ് മേടിച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. വെറുതെ പിന്നെ പെയിൻറ്റ് ആക്കിയിട്ട് അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട.
അപ്പോൾ പിന്നെ നമ്മൾ ഈ പൂമ്പാറ്റയ്ക്ക് ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളറും അതുപോലെ തന്നെ യെല്ലോ കളറും അടിച്ചു കൊടുക്കുന്നുണ്ട്. യെല്ലോ കളർ സൈഡിലും ഓറഞ്ച് ഉൾഭാഗത്തും വരുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിറകിൻ്റെ ചുറ്റിൽ ഞാൻ ഡോട്ടെല്ലാം ഇട്ട് കൊടുത്തിന്. അതൊന്നും അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് ചിറകിന് കുറച്ച് ഡിസൈനെല്ലാം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഗ്ലാസ് ലൈനറാണ് ബ്ലാക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനെക്കൊണ്ട് നമ്മൾ ഈ പൂമ്പാറ്റൻ്റെ നടുക്കുള്ള ഭാഗത്തും അതുപോലെ തന്നെ ഈ ചിറകെല്ലാം മുഴുവനായിട്ടും തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പൂമ്പാറ്റയ്ക്ക് 2 കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട് വെള്ള കളറിനെ കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നടുക്കെ ഭാഗത്ത് മഞ്ഞ കളറാക്കി കൊടുത്തിന്. പിന്നെ അതിൻ്റെ കൊമ്പ് പോലത്തെ സാധനം നമ്മൾ നൂലിനെ കൊണ്ടാണ് കേട്ടോ ചെയ്തിന്. പിന്നെ ഞാൻ അതളമേലെല്ലാം ഗ്ലാസ് ലൈനറാക്കി നോക്കി. പക്ഷേ അത്ര രസമില്ലേനും കാണാൻ. നമ്മൾ ഈ വർക്ക് മൊത്തത്തിൽ ചെയ്തിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ശരിക്കും കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾക്കിപ്പോൾ ക്യാമറയിൽ എത്ര ഇതിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ഉണങ്ങിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി വീഡിയോസ് എല്ലാം കിട്ടും. താങ്ക് യു.